അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ SAR ഓഫ് ഫിനോതൈസിനാണ്. അപ്പോൾ SAR ഓഫ് ഫിനോതൈസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫിനോതൈസിൻ്റെ സ്ട്രക്ചറാണ് വരയ്ക്കാൻ പോകുന്നത്. ഫിനോതൈസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും? 3 ബെൻസീൻ റിങ് ഫ്യൂസ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഫിനോതൈസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതിൽ നടുക്കത്തെ ആ ഒരു റിങ്ങിലാണ് സൾഫർ നൈട്രജൻ വരുന്നത്. ബാക്കി 2 റിങ്ങിൽ ബോണ്ട് കൊടുക്കണം. ഇനി തയസീൻ എന്നല്ലേ പറയണം. തയ മീൻസ് എന്തോന്നാണ്? സൾഫർ. അസ മീൻസ് നൈട്രജൻ എന്നാണ്. അപ്പം സൾഫറും നൈട്രജനും കൂടെ അടങ്ങിയ ഒരു സ്ട്രക്ചറാണ് ഇതെന്ന് ഓർമ്മിക്കണം. സൈഡ് ചെയിൻ വരയ്ക്കണം. 3 കാർബണുള്ള സൈഡ് ചെയിനാണ് വരയ്ക്കണം. ലാസ്റ്റ് ഒരു നൈട്രജൻ വേണം. അതെന്ന് പറയുന്നത് ടെർഷ്യറി ആയിരിക്കണം. SAR എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ നമ്പർ ചെയ്യണം. അത് 3ാമത്തെ ആ ബെൻസീൻ റിങ്ങോട്ട് നമ്മൾ 1 2 3 4 എന്നും പറഞ്ഞ് നമ്പർ ചെയ്ത് നൈട്രജന് 10 വരും. അവിടുന്ന് നമ്മൾ എന്തോന്ന് ഈ ഒരു സൈഡ് ചെയിൻ കൊടുക്കും. ആ സൈഡ് ചെയിനിൽ ആ 2ാമത്തെ കാർബണിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കാണും. പിന്നെ ടെറിഷ്യറി അമിനോ ഗ്രൂപ്പും കാണും. ഈ നമ്പറിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇപ്പം ഏത് പൊസിഷനിൽ കൊടുത്ത് ആദ്യം മോഡിഫിക്കേഷൻ ഓഫ് അമിനോ ഗ്രൂപ്പാണ്. അപ്പം ഈ അമിനോ ഗ്രൂപ്പിൽ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടും, അത് അമിനോ ഗ്രൂപ്പ് എങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ഈ മോഡിഫിക്കേഷൻ ഓഫ് അമിനോ ഗ്രൂപ്പിൽ പറയുന്നത്. 2ാമത്തെ എന്തുവാണ്? മോഡിഫിക്കേഷൻ ഓഫ് സൈഡ് ചെയിൻ. സൈഡ് ചെയിനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാൽ പറ്റുമോ? പിന്നെ ഫിനോതൈസിൻ റിങ്ങിൽ മാറ്റം വന്നാൽ എന്തൊക്കെ പറ്റുമോ? അപ്പോൾ ഈ ഒരു 3 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SAR കഴിയും. ഇനി മോഡിഫിക്കേഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് നോക്കാം. മോഡിഫിക്കേഷൻ ഓഫ് അമിനോ ഗ്രൂപ്പിൽ വരുന്നത് അമിനോ ഗ്രൂപ്പ് എങ്ങനെ ഇരിക്കണം, മാക്സിമം ആക്ടിവിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും അമിനോ ഗ്രൂപ്പ് ടെറിഷ്യറി ആയിരിക്കണം. അപ്പോൾ ടെറിഷ്യറിയിലാണെങ്കിൽ മാത്രമേ മാക്സിമം ആക്ടിവിറ്റി തരുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ നോക്കാം, അമിനോ ഗ്രൂപ്പ് ടെറിഷ്യറിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അത് മാക്സിമം ആക്ടിവിറ്റി തരും. അപ്പോൾ നമുക്ക് പറയാം, മാക്സിമം ന്യൂറോലെപ്റ്റിക് ആക്ടിവിറ്റി എപ്പോഴായിരിക്കും കാണിക്കുന്ന ഈ ഡ്രഗ്? വെൻ ദ അമിനോ ഗ്രൂപ്പ് ഈസ് ഇൻ ടെറിഷ്യറിയിലിരിക്കുമ്പോഴാണ് എപ്പം മാക്സിമം ന്യൂറോലെപ്റ്റിക് ആക്ടിവിറ്റി തരുന്നത്. ഇനി 2ാമത്തെ എന്തുവാണ്? ഇനിയിപ്പോൾ ഈ ഒരു അമിനോ ഗ്രൂപ്പ് സെക്കൻഡറിയോ പ്രൈമറിയോ ആക്കിയെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? ടെറിഷ്യറി ആയിരുന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം ന്യൂറോലെപ്റ്റിക് ആക്ടിവിറ്റി തരുള്ളൂ. സെക്കൻഡറിയോ പ്രൈമറിയോ ആക്കി കഴിഞ്ഞാൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. ഇനി എന്തോന്നാണ്? ഇനി നമ്മൾ ആ നൈട്രജനിലെ മീതയിൽ മാറ്റിയിട്ട് ഹയർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? വെൻ ഹയർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ നൈട്രജൻ ഓർ ഇൻ അമിനോ ഗ്രൂപ്പ്, അവിടുത്തെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഈ നൈട്രജൻ ഒരു സൈക്ലിക് സിസ്റ്റത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഈ തയോറിഡസീനൊക്കെ സ്ട്രക്ചർ നോക്കിയാൽ അറിയാം. അവിടെയൊക്കെ ഈ നൈട്രജൻ സൈക്ലിക് സിസ്റ്റത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നി ആക്ടിവിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ ആക്ടിവിറ്റി റീറ്റെയിൻ ചെയ്യാനോ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗിൽ ഈ പിപ്പിരാസിൻ, പിപ്പിരിഡിൻ എന്നുള്ളൊക്കെ ഒരു സ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. ഇനി സൈഡ് ചെയിൻ്റെ മോഡിഫിക്കേഷൻ നമുക്ക് പറയാം. സൈഡ് ചെയിൻ്റെ മോഡിഫിക്കേഷൻ വരുമ്പം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പം ഈ നൈട്രജൻ ആറ്റം, ആ നമ്മുടെ റിങ്ങിലുള്ള നൈട്രജൻ ആറ്റവും സൈഡ് ചെയിൻ്റെ അറ്റത്തുള്ള ആ നൈട്രജൻ ആറ്റവും, ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള ആ കാർബൺ മിനിമം 3 കാർബണെങ്കിലും വേണം ആക്ടിവിറ്റി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിനിമം 3 കാർബൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് തരുള്ളൂ? ആക്ടിവിറ്റി തരുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. By attaching the nitrogen of the phenothiazine ring and the nitrogen of the side chain to 3 carbon chain gives maximum antipsychotic activity. ഇനി ഈ ഒരു ചെയിന് നമ്മൾ ഒന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. ഷോർട്ടനിങ് ഓർ ലെങ്തനിങ് ഓഫ് ദ കാർബൺ ചെയിൻ ഡിക്രീസസ് ദ ആക്ടിവിറ്റി. ഇനി അവിടെ കണ്ടില്ലേ, ഒരു സൈഡ് ചെയിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇനി സൈഡ് ചെയിൻ്റെ അവിടെ ആ നൈട്രജൻ്റെ അടുത്തുള്ള കാർബണിനെ നമുക്ക് ആൽഫ എന്ന് പറയാം, പിന്നെയുള്ള കാർബണിനെ നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ബീറ്റ പൊസിഷനിൽ നമ്മൾ സ്മോളർ ഗ്രൂപ്പ്സ്, സ്മോളർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഏതാണ്? മീഥൈൽ ഗ്രൂപ്പ്. ഈ മീഥൈൽ ഗ്രൂപ്പൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആൻറ്റി ഹിസ്റ്റമിക് ആക്ടിവിറ്റി കൂടും. ആൻറ്റി ഹിസ്റ്റമിക് ആക്ടിവിറ്റി കൂടിയിട്ട് ആൻറ്റി സൈക്കോട്ടിക് ആക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. ബീറ്റ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പാണ് കൊടുക്കണമെങ്കിൽ നമ്മുടെ ആൻറ്റി ഹിസ്റ്റമിക് ആക്ടിവിറ്റി കൂടിയിട്ട് ആൻറ്റി സൈക്കോട്ടിക് ആക്ടിവിറ്റി അവിടെ എന്ത് ചെയ്യും? കുറയും. അതാണ് ഈ 3ാം. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡ് ചെയിൻ ഇല്ലേ, അത് അവിടുന്ന് മാറിയിട്ട് C1 വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റി കുറയും. എപ്പോഴും ആ സൈഡ് ചെയിന് നൈട്രജനിൽ വേണം അറ്റാച്ച് ചെയ്തിരിക്കേണ്ടത്. നൈട്രജനിലല്ല, C1 പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. അതാണ് 4ാമത്തെ പോയിന്റ്. ഇനി
റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. റിങ്ങിൽ എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ആക്ടിവിറ്റി കൂടും കുറയും അതൊക്കെ നോക്കാം. ഇനി ഇത് കണ്ടില്ലേ, ഫസ്റ്റ് C2ൽ നമ്മളൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൊടുക്കുകയാണ്. എക്സാമ്പിൾ ക്ലോറിൻ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമ്മൾ C2ൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആക്ടിവിറ്റി കൂടും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ C2 കഴിഞ്ഞിട്ട് എന്തോന്നാണ് C3യിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ വെറുതെ കിടക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഒരു ആക്ടിവിറ്റി തരും. എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ C3യിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ റിങ് കിടക്കണേക്കാട്ടിൽ നല്ലതാണ് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇനി C4ൽ നമ്മളിപ്പോൾ CH3 OH CH3 CH2 OH ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് C4ൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി കൂട്ടാൻ പറ്റും. റിങ്ങിൻ്റെ C4ൽ അപ്പോൾ ഈ ഏതെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റും. 4 കഴിഞ്ഞിട്ട് ഇനി എന്തോന്നാണ് C5ൽ സൾഫർ ആണുള്ളത്. ഈ സൾഫറിന് ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും? അവിടെ കുറയും. അപ്പം